വീക്ക് ഡേയിൽ നിന്നും വീക്കെൻഡിലേക്കുള്ളൊരു ട്രാൻസിഷൻ ആണല്ലോ ഫ്രൈഡേ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ഡേ ആണ് ഫ്രൈഡേ. അത്രയും ഡേയ്സ് തോന്നാത്ത എന്തോ ഒരു സ്പെഷ്യൽ എനർജി ഫ്രൈഡേ ഈവനിങ് തോന്നാറുണ്ട്. അന്നത്തെ എൻ്റെ മൂഡും ഇതുപോലെ പെട്ടെന്ന് ചേഞ്ച് ആകും. ഇന്ന് ജോലി കഴിഞ്ഞ് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ വീക്കെൻഡ് എന്നുള്ള ഹാപ്പിനെസ് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് ഒരു ഷോർട്ട് വീക്കെൻഡ് ട്രിപ്പ് പോവാണേ. ജർമ്മനിയിൽ പല സിറ്റിയിലും നമുക്ക് ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ റിലേറ്റീവ്സ് ആണ് ഉള്ളത്. ഫ്രാങ്ക്ഫർട്ടിലും ബെർലിനിലും മ്യൂണിക്കിലും കൊളോണിലും അങ്ങനെ മെയിൻ സിറ്റിയിലൊക്കെ തന്നെ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് ചേഞ്ച് വേണമെന്നൊക്കെ തോന്നുമ്പോൾ ഇങ്ങനെ ഒരു കുട്ടി യാത്ര പ്ലാൻ ചെയ്യാറുണ്ട്. യാത്രയെക്കാളും നമുക്ക് വേണ്ടപ്പെട്ടവരെ കാണാനും അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ ഇപ്പം കുറച്ച് കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യമാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും എന്നെ കാത്ത് അച്ചാച്ചനും അവിടെ ഉണ്ടായിരുന്നേ. വിശന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളല്ലാതായി മാറുന്ന രണ്ടുപേരായതുകൊണ്ട് തന്നെ മിക്കപ്പോഴും യാത്രകൾക്ക് പോകുമ്പം ഞാനൊരു സഞ്ചരിക്കുന്ന ബേക്കറിയായി മാറാറുണ്ട്. അത്യാവശ്യം വേണ്ടതെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും വായിക്കാനോ ഫോൺ നോക്കാനോ ഒന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. പിന്നെ പറ്റുന്നത് ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ കുറച്ചൊന്ന് മയങ്ങി എണീറ്റപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷൻ എത്തിയിരുന്നു.